ഇന്നലെയും ഇന്ന് രാവിലെയായിട്ട് എല്ലാവരും അയച്ചു തരുന്ന ഒരു ലിങ്കാണ് തൊപ്പിയുടെ ലൈവിൻ്റെ ലിങ്ക്. ഓക്കെ, തൊപ്പിയുടെ ക്രിസ്മസ് ലൈവിൻ്റെ ലിങ്കാണ് ഇങ്ങനെ അയച്ചു തരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് വേറെ ആപ്പിലാണ് സ്ട്രീം ചെയ്തിട്ടുള്ളത്, എന്നിട്ട് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്തതാണ്. 1 hour ചേഞ്ച് ആ ആപ്പിൽ അവിടെ സ്ട്രീം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇവിടെ അത് വന്നപ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഹാഫേ ഉള്ളൂ. അപ്പോൾ കുറേ പോർഷൻസൊക്കെ കട്ടാക്കിയിട്ടാണ് തൊപ്പി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇങ്ങനെ തൊപ്പിയെ റെഗുലറായിട്ട് സ്ട്രീമിൽ കാണാത്ത സമയത്തൊക്കെ എനിക്ക് പലരും വന്ന് മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ. എനിക്ക് അയക്കുന്ന പോലെ തൊപ്പിയുടെ പല ഫ്രണ്ട്സിനും അയക്കുന്നുണ്ടാവും. കാരണം പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റിയത് നമ്മളായതുകൊണ്ട് നമുക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കും. സീരിയസ്ലി പറഞ്ഞാൽ തൊപ്പി എന്താണ് സ്ട്രീം ചെയ്യാത്തതെന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മളങ്ങനെ ചോദിക്കാനും പോകാറില്ല, കാരണം അവരുടെ പേഴ്സണൽ താല്പര്യമാണ്. കാരണം എപ്പോൾ സ്ട്രീം ചെയ്യണ്ട എന്നുള്ളത് അപ് ടു ഹിം. അപ്പോൾ എന്താണെങ്കിലും ക്രിസ്മസിന് പുതിയൊരു വീഡിയോ അപ്ലോഡായി. ഓക്കെ, അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതിൽ 1-2 പോർഷൻസ് ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ട്, നീ ഇവരെ സപ്പോർട്ട് ചെയ്യണല്ലോ നീ ഒക്കെ പറഞ്ഞു കുറേ തെറിവിളികൾ വരുന്നുണ്ട്. കുറേ പേര് വന്നിട്ട് എന്തോന്ന് ബ്രോ ഇതെന്ന് ചോദിക്കുന്നുണ്ട്. ഇതാണെങ്കിലും തൊപ്പിയുടെ പുതിയ ക്രിസ്മസ് സ്ട്രീം, ആ ഒരു ലൈവ്, അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വേർഷൻ. യൂട്യൂബിലാണ് തൊപ്പിയുടെ അക്കൗണ്ടിൽ അപ്ലോഡ് ചെയ്തതിൻ്റെ ലോക്കോലെ സാധനം എനിക്കറിയില്ല, കാരണം ബിക്കോസ് ഞാനത് ഫുള്ള് കണ്ടിട്ടില്ല, കാരണം 1 മണിക്കൂർ ചില്ലറുണ്ട്. അതാണ് യൂട്യൂബിൽ വന്നത്, നമുക്കൊന്ന് നോക്കാം. ഹാപ്പി ക്രിസ്മസ് എവരിബഡി. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഐ ആം ബാക്ക് ആഫ്റ്റർ കുറെ ആയില്ല, 2 ആഴ്ച സ്ട്രീം ചെയ്തിട്ട്. ആഫ്റ്റർ 2 weeks ഐ ആം ബാക്ക്. കുറെ പേഴ്സണൽ പ്രശ്നങ്ങളാണ് സ്ട്രീം ചെയ്യാത്ത. അല്ല, ഞാൻ വയ്യ പറയാം, സ്ട്രീമിന്റെ അടക്കമായിട്ട് പറയാം. അപ്പൊ ഹറാം 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 ബ്രോ, ഹറാം. ഇതെന്താ എല്ലാരും ഹറാമ്? ഇതെന്താ ഹറാം സ്പാം ചെയ്യുന്നത് ബ്രോ? ക്രിസ്മസ് ഹറാമല്ല, ക്രിസ്മസ് ഹറാമല്ല. എടാ ക്രിസ്മസ് ഈസാ നബി കൊണ്ടല്ലേ, ഈസാ നബിയായിട്ട് ബന്ധപ്പെട്ട് അത് ഹറാമല്ലടാ. അവിടെ ഇവരിലെന്താ എല്ലാരും എന്താ ഹറാം സ്പാം ചെയ്യുന്നത്? ഇതെന്തൊരു അള്ളാന്റെ മോനെ, എന്ത് കോയച്ചാറ്റില്ല എത്തിപ്പോയിന്റെ അള്ളാന്റെ. എല്ലാ സെലിബ്രേഷനും പിന്നെ ഹറാമായിരിക്കും ലോകത്ത്. എന്നാ പിന്നെ ബർത്ത്ഡേ ഹറാമാന്ന് പറയണം. ബർത്ത്ഡേ ഹറാമാ അല്ലല്ലോ, പിന്നെ എങ്ങനെ ക്രിസ്മസ് ഹറാമാല്? അതൊന്ന് പറഞ്ഞട്ടെ. Christian festival that celebrates the birth of Jesus Christ, who Christians believe was the son of God, so it is shirk. ബ്രോ, ഇതെങ്ങനെ ഷിർക്കാവുക? എടാ ഞാൻ പറയട്ടെ, ഖുറാനിൽ പറഞ്ഞിട്ടുള്ളത് എന്താ അറിയോ? ലക്കും ദീനുക്കും വലിയ ദീൻ, ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പറഞ്ഞ. അപ്പൊ ഇത് ഹറാമല്ല. വായി കൂട്ടറാ കുറെ സമയമല്ല ഹറാം എന്ന് പറഞ്ഞിട്ട്. എടാ ഇനി അതിന്റെ ഹറാമ് കമന്റ് എടുക്കൂലേ? ഇനി ഞാൻ വായിക്കൂലേ? ഹറാം ഇതാക്കി ഞാൻ വായിക്കൂലേ? തൊപ്പി ക്രിസ്മസ് സെലിബ്രേഷന് വേണ്ടിയിട്ട് ആ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് ബാക്കിൽ ലൈറ്റൊക്കെ വെച്ച് ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ച് ഹാപ്പി ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞ് വന്നിരുന്നപ്പോൾ ചാറ്റ് മൊത്തം ഹറാമ്, കോയ ചാറ്റിൽ വന്ന അവസ്ഥയായി പോയല്ലോ എന്ന് പറയുന്നുണ്ട്. ആക്ച്വലി ക്രിസ്മസ് ഇങ്ങനത്തെ ആഘോഷങ്ങളൊക്കെ വരുന്ന സമയത്ത് പല ഉസ്താദുമാരും വന്നിരുന്ന് വീഡിയോ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഇതൊന്നും മുസ്ലിങ്ങൾക്ക് പറഞ്ഞതല്ല, ഇതൊന്നും ഇസ്ലാമിൽപ്പെട്ടവർക്ക് ഇങ്ങനത്തെ ആഘോഷങ്ങളൊന്നും ഇല്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങൾ വരുന്നത് കാണാം. അത് അവരുടെ പണി, അവരെന്തോ ചെയ്തിട്ട് പോട്ട്. ഈ തൊപ്പിയുടെ കേസ് വരുമ്പോഴത്തേക്ക് ഞാൻ പലപ്പോഴായിട്ട് പല വീഡിയോസിൽ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, കുട്ടികൾ വഴി തെറ്റുന്നു തൊപ്പിയുടെ വീഡിയോ കണ്ടിട്ട് എന്നുള്ളത് അതൊരു മുഖം മൂടി മാത്രം. അങ്ങനെയാണ് ആളുകൾ അത് പറഞ്ഞു വെച്ചിട്ടുള്ളത്. പക്ഷെ ഇതിനകത്ത് തൊപ്പിയെ ആളുകൾക്ക് സീരിയസ് ആയിട്ട് ഏറ്റവും കൂടുതൽ വെറുപ്പ്, ദേഷ്യം, തൊപ്പിയോട് ഇത്ര വൈരാഗ്യം വരാൻ കാരണം തൊപ്പി ഇതേപോലെ മതപരമായിട്ട് സംസാരിക്കുന്നതുകൊണ്ടാണ്, മതത്തിനെതിരെ സംസാരിക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, മതത്തിനെതിരെ തൊപ്പി നന്നായിട്ട് പറയും. അപ്പം അതവർക്ക് പുറത്തങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല. തൊപ്പി പോലീസ് പിടിച്ച ടൈമിൽ ഒരുപാട് ഉസ്താദ്മാർ വന്നിട്ട് തൊപ്പി അകത്താന്നൊക്കെ പറഞ്ഞിട്ട് വൻ രീതിയിലുള്ള സന്തോഷവും ചാടിക്കളിയൊക്കെ ആയിരുന്നു. ആക്ച്വലി ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, മതപരമായിട്ട് തൊപ്പി പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മതത്തിനെതിർത്ത് തൊപ്പി സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ആക്സെപ്റ്റ് ചെയ്യാത്ത ഒരു കൂട്ടം അല്ലെങ്കിൽ വലിയൊരു കൂട്ടം ആളുകൾ തന്നെ ഇവിടെ ഉണ്ട്. സോ അവർ ആക്ച്വലി തൊപ്പിയുടെ ലൈവിൽ നിന്നുള്ള അങ്ങനത്തെ പീസുകളും അല്ലെങ്കിൽ തൊപ്പി സംസാരിക്കുന്നതൊക്കെ കണ്ടെടുത്ത് വെക്കും. എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ അമ്മമാരെടുത്തിട്ട് അതാണ് വിഷയം മെയിനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ ക്രിസ്മസ് ലൈവിലും ഐ എക്സ്പെക്റ്റഡ് ദിസ് ബിക്കോസ് ഇത് വരും. ഓക്കെ, തൊപ്പിയുടെ അതും കൂടി ആവുമ്പോൾ പ്രത്യേകിച്ച് വരാതിരിക്കാൻ ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. പിന്നെ ചാറ്റ് സർക്കാസ്റ്റിക് ആണ്, ചാറ്റ് പിന്നെ അങ്ങനെയാണ്, അതിനെ നോക്കൊന്നും വേണ്ട. കാരണം തൊപ്പിയുടെ വ്യൂവേഴ്ഷിപ്പിലുള്ള ഒട്ടുമിക്ക എല്ലാവരും
ഇപ്പോൾ ഇതേ മൈൻഡ് സെറ്റുള്ള ആളുകളായിരിക്കും. ക്രിസ്മസ് ആയാലും ന്യൂ ഇയർ ആണെങ്കിലും വിഷു ആണെങ്കിലും ദീപാവലി ആണെന്നുണ്ടെങ്കിലും പെരുന്നാളാണെന്നുണ്ടെങ്കിലും ഒക്കെ ആഘോഷങ്ങളാണ്, ആഘോഷിച്ചിട്ട് പോകുക. ആ മൈൻഡ് സെറ്റിലുള്ളവരാണ്. അല്ലാതെ ഞാൻ മുസ്ലിം ആയതുകൊണ്ട് എനിക്ക് ഓണമില്ല, വിഷു ഇല്ല. ശരിക്കും ഓണമൊക്കെ എല്ലാവരും ആഘോഷിക്കേണ്ടതാണ്. ബട്ട് സ്റ്റിൽ ഇവിടെ പല ഉസ്താദുമാരും വന്നിട്ട് ഓണം ആഘോഷിക്കരുത് എന്നൊക്കെ പറയും. ഏത് ഞാൻ മുസ്ലിമാണ്, എനിക്ക് പെരുന്നാൾ മാത്രമേ ഉള്ളൂ, എനിക്ക് ബാക്കി ഇതില്ല. ഞാൻ ക്രിസ്ത്യനാണ്, എനിക്ക് ക്രിസ്മസും ന്യൂ ഇയറും മാത്രമേ ഉള്ളൂ, എനിക്ക് ബാക്കിയൊന്നും. ന്യൂ ഇയർ ഒക്കെ പറഞ്ഞാൽ എല്ലാവർക്കും ആഘോഷിച്ചുകൂടെ? അങ്ങനെയാണല്ലോ. അതിനിപ്പോൾ ഒരു പ്രത്യേകിച്ച് മതവിഭാഗം അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു ഇതിൽ പെടണമെന്നൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ ബാക്കിയാണ്. അള്ളാന്റെ മുത്തേ, എടാ എന്റെ പാന്റ് പട്ടടാ, എന്ത് ലോ ക്വാളിറ്റി ഡ്രസ്സാന്നടാ ഇത്. അടി ഇതെന്താ അവസ്ഥടാ. എന്തൊരു പാൻറ് കീറി എന്നുള്ളത് പലർക്കും കണ്ടന്റ് മേക്കിങ്ങിന്റെ ഭാഗമായിട്ട് തോന്നാം, ചിലപ്പോൾ ജെന്യുവനായിട്ട് കീറിയതായിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്. എന്താണെങ്കിലും പാൻറ് കീറി അതിനുശേഷം ഐഷോ സ്പീഡിന്റെ ലൈവിലുണ്ടായിരുന്ന ഒരു സംഗതി, ഓക്കെ, മീറ്റ് കണ്ടു എന്ന് പറഞ്ഞിട്ടുള്ള സംഗതി, അത് റെഗുലറായിട്ട് ഐഷോ സ്പീഡും തൊപ്പിയൊക്കെ ആ ഒരു സീരീസ് ഓഫ് വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാം. ഇവർ രണ്ടുപേരുടെയും വീഡിയോസ് കാണുന്നവർക്ക് അറിയാം മീറ്റ് കണ്ടു എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. ഞാനത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ അത് ചാറ്റ് പറയുന്നു, ചാറ്റിനായിട്ടുള്ള പിന്നെ സ്ഥിരം ചാറ്റും തൊപ്പിയും തമ്മിലുള്ള തെറിവിളി, ചാറ്റും തൊപ്പിയും തമ്മിലുള്ള സംസാരങ്ങളൊക്കെ ഒരു സൈഡിൽ നടക്കുന്നു. പാൻറ് കീറി ഇതൊക്കെ ആയിട്ടൊരു കോണ്ടന്റ് അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനിയും ഈ പറഞ്ഞ പോലെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും ഇതിനിടയിൽ വരുന്നുണ്ട്. 1-2 പോർഷൻ കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ പാൻറ് കീറിയതിന്റെ വേറെ സംഗതിക്ക് പോവാം. ആരോഗ്യത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ, ആയുസ്സിൽ ബർക്കത്ത് നൽകണേ അല്ലാ, ഈമാനിൽ ബർക്കത്ത് നൽകണേ അല്ലാ, കടക്കാരാക്കല്ലേ അല്ലാ, ദാരിദ്ര്യം വരുത്തല്ലേ അല്ലാ, തടസ്സങ്ങൾ മാറ്റണേ. ക്യാമറ ഓണാക്കി വെച്ചിട്ട് ഇപ്പൊ ഇബാദത്ത് ചെയ്യല് ദ്വാരകളിലെ ക്യാമറ ഓണാക്കി വെച്ചിട്ട്. ആരോഗ്യത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ, ആയുസ്സിൽ ബർക്കത്ത് നൽകണേ അല്ലാ, ഈമാനിൽ ബർക്കത്ത് നൽകണേ അല്ലാ, കടക്കാരാക്കല്ലേ അല്ലാ, സബ്സ്ക്രൈബേഴ്സ് കൂട്ടിത്തരണേ അല്ലാ, കുറേ ലൈക്കും ഷെയറും കമന്റും കൂട്ടിത്തരണേ അല്ലാ. ഓക്കെ, അപ്പോൾ അത് ആരാണെങ്കിലും പറഞ്ഞു പോകില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക. അവരവിടെ കണ്ണീര് വലിപ്പിച്ച് ബാക്കിൽ നിന്നിട്ട് ഈ സാധനവും വെച്ചിരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. തൊപ്പി ഇങ്ങനത്തെ സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പൊതുവെ റിയാക്ട് ചെയ്യും. അപ്പം അത് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ലൈവിൽ നടന്നിട്ടുള്ളത്. കുറേ പോർഷൻസിൽ ഇത് ഉണ്ടായിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊപ്പിയുടെ ഗാലറി ചോദിക്കും. ചാറ്റ് ഗാലറി ചോദിച്ച സമയത്ത് തൊപ്പി ഗാലറി ഓൺ ആക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഇതൊരു അമ്പലത്തിൽ പോയതിൻ്റെ വിഷ്വൽസ് ഒക്കെ വെച്ചിട്ട് തൊപ്പി അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഈ മക്കൾക്ക് കുരു പൊട്ടാൻ ഇനി വേറെ ഒന്നും വേണ്ടില്ല. അതാ രസം. കാരണം ഇനി നിങ്ങൾ ഉറപ്പിച്ചോ തൊപ്പിയെ പിടിച്ചിട്ട് പോകുമ്പോൾ എന്താക്കും? സംഖ്യയാക്കും 100%. കാരണം ഉസ്താദിനെ ഒരു സ്ഥലത്ത് കുറ്റം പറയുന്നു, മതപരമായിട്ടുള്ള ബാക്കി ഡിബേറ്റുകൾ നടന്നു, ഇപ്പുറത്ത് തൊപ്പി അമ്പലത്തിൽ പോകുന്നു, ചന്ദനം തൊടുന്നു, തൊപ്പിയുടെ കുട്ടി അമ്പലത്തിൽ പോകുന്നു, അവിടെ ഇനി പറയാൻ ഇവർക്ക് പുതിയൊരു കഥ തന്നെ തുറന്നു കിട്ടുകയാണ്. ഇനി പല ഉസ്താദുമാർ ഇനി വരും ദിവസങ്ങളുടെ വീഡിയോ ഇതായിരിക്കും, തൊപ്പി മതം മാറി തന്നെ ഇനി വരാൻ പോണോ? നിങ്ങൾ കണ്ടോ? അവിടെ ഇത് നമ്മളെ അമ്പലത്തിൽ പോയതാടാ. ഞാനും വെച്ചാൽ അമ്പലത്തിൽ പോയതാ പ്രാർത്ഥിക്കാൻ വേണ്ടി. നമ്മള് ഇന്നലെ മിഞ്ഞാന്ന് 2 ദിവസം മുന്നേ ഇവിടെ ഒരു കുരിയച്ചൻ പള്ളി എന്ന് പറഞ്ഞൊരു ക്രിസ്ത്യൻ പള്ളി ഉണ്ടല്ലോ. നമ്മള് ക്രിസ്ത്യൻ പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിച്ചടാ, മംഗലം വേഗം നടക്കണേന്ന് പോയിട്ട് പ്രാർത്ഥിച്ചടാ. അഥവാ അങ്ങനെ വേണ്ടി നടന്നാലോ. അല്ല, ഇത് അമ്പലാണ്. നമ്മ ഇതല്ലാണ്ട് വേറെ സ്ഥലത്ത് വരും. കിട്ടില്ല ക്രിസ്ത്യൻ പള്ളി ഉണ്ട് ഇവിടെ അടുത്ത്, കുരിയച്ചൻ പള്ളി നട്ടത്. അവിടെ പോയിട്ട് നമ്മള് പ്രാർത്ഥിച്ച്. രണ്ടുപേരും ഇനി എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് കണ്ടറിയണം. ഒന്ന്, മുസ്ലിം ആയിട്ടുള്ള തൊപ്പിയും ഫസിയും കൂടി അമ്പലത്തിൽ കയറി എന്ന് പറഞ്ഞിട്ട് അമ്പലത്തിന്റെ ടീം ഇറങ്ങി വരാൻ ഞാൻ നല്ലത്. ഇനി അത് അങ്ങനെ പോകാൻ പറ്റിയ അമ്പലമാണോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ആ വഴിക്കും കുറെ സംഘ് ടീമുകൾ ഇറങ്ങി വരാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. പിന്നെ അപ്പുറത്ത് തൊപ്പി വെച്ച കുറെ വെള്ളപൂശിയ ആളുകൾ ഇവനാ മതം മാറി എന്ന് പറഞ്ഞിട്ട് ഇവൻ പൊട്ട് തൊട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ എണ്ണങ്ങൾ അത് വേറെ വരും. ഇതിനിടയിൽ തൊപ്പി പറയുന്നുണ്ട് ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ പോയി എന്ന് പറയുന്നുണ്ട് തൊപ്പി. അപ്പൊ പിന്നെ അതാ ഇവനെ കൺവേർട്ട് ആക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ എണ്ണങ്ങൾ വരുവടി. ഒരു ബേസിക് ആയിട്ടൊരു മനുഷ്യന്റെ എന്താ പറയാ, ഫ്രീഡമാണത്. അങ്ങനെയാണല്ലോ പറയാറ്. ഏത് ഫ്രീഡം?
അപ്പോൾ ആ ഫ്രീഡം തന്നെയാണ് തൊപ്പിക്കുള്ളത്. ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ജനിച്ച തൊപ്പിയെ പോകാൻ അലോ ചെയ്യുന്ന സ്ഥലങ്ങളിൽ തൊപ്പിക്ക് പോവാം. അമ്പലമാണെങ്കിലും പള്ളിയാണെങ്കിലും ഏത് മതത്തിലാണെങ്കിലും വിശ്വസിക്കാം, അല്ലെങ്കിൽ ഏത് ദൈവത്തിനും ഒന്നും വിശ്വസിക്കാതെ നടക്കാം, എന്തും ചെയ്യാം. ഓക്കെ. ഇനി അന്യമതസ്ഥർക്ക് കയറിക്കൂടാന്നുള്ള സ്ഥലത്ത് കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വേറെ പല പ്രശ്നങ്ങളുമാണ്. ട്രസ് പാസിങ്, അവരുടെ നിയമം തെറ്റിച്ച് കയറുക, അതൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആ വഴിക്ക് പോകും. അല്ലാത്ത പക്ഷം തൊപ്പിയുടെ ഇഷ്ടമാണ്, തൊപ്പിയുടെ ഗേൾഫ്രണ്ട് പക്ഷെ അവരുടെ ലൈഫ് അവരുടെ ഇഷ്ടമാണ്, അവരുടെ ചോയ്സാണ്, അവരുടെ ഫ്രീഡമാണ്. ഓക്കെ. എന്താണെങ്കിലും ഞാനിതെന്തറിയോ, ലൈവിൽ ഈ ഒരു പോർഷൻ കണ്ടപ്പോഴേ ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട്. ഇപ്പം എന്താണെങ്കിലും കുത്തിപ്പൊക്കലുകൾ വരും ഇതിനകത്ത് വേറെ സംസാരങ്ങളും വരും. ഓക്കെ. ഇനിയാണ് നമുക്ക് മറ്റേ ബാക്കി പോർഷനിലേക്ക് പോകാണ്ട് ഈ പാൻറ് കയറി ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നടന്ന സംഭവവും കാര്യങ്ങളൊക്കെ. നമ്മൾ കുറെ കാലമായിട്ട് കാത്തുന്ന മുതല് എടാ നേരിട്ട് കണ്ട അടിച്ചു കൊല്ലും, ചോര ചീറ്റതെല്ലാം പറഞ്ഞില്ലേ, എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇരിക്കുന്ന നോക്കിയാ കൊറേ ഹാർട്ടൊക്കെ അയക്കുന്നുണ്ട്. Hi. Lots of love. Hey, can I ask you something? Are you YouTuber? No. Okay. Then who are you talking with then? I'm talking to you. With me? Oh. Okay, I'm gonna ask you one thing. This is a cup. Can I come in this cup and swallow it for you? Can I do it for you, please? swallow by this motherchon, swallow this maki പട്ടി. Oh shit. എണീച്ചു പോയിക്കോ. സോറി ഞാൻ പ്രതീക്ഷിച്ച നായിറ്റം കുളിക്കും മാറ്റം ചെയ്യില്ല, തൂറിയ ചന്തിയാത്തോന്നോ. നമ്മളെ കാണാത്ത എന്താ എടാ ആ ഭാഗം എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റണോടാ. എന്താ ചെയ്യാൻ മോഡറേറ്റേഴ്സിനോട് പറയാം. ഓക്കെ, റെഡി, 3, 2, 1, ഗോ. ബെസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു സിജോ. ഇപ്പോൾ സിജോ വന്നപ്പോൾ ആ ടൈമിൽ അവർ അറിയാമല്ലോ, ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, സിജോവും തൊപ്പിയൊക്കെ തമ്മിൽ അങ്ങനെ ഫോണിൽ കൂടി വിളിച്ച് പറയുന്നുണ്ടെങ്കിലും അത് നമുക്ക് കാണാൻ ഇത് വലിയ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവാനൊന്നും പോകുന്നില്ല, അവർ തമ്മിൽ സംസാരിച്ചിട്ട് ആ വഴിക്ക് പോകും. പക്ഷെ ഈ ഒരു കാര്യം ലോക്കോനകത്ത് സ്ട്രീം ചെയ്ത ടൈമിൽ അത് അങ്ങനെ കണ്ടു എന്നൊക്കെ കാണിച്ചു എന്ന് പറയുന്നുണ്ട്. ഈ ഒരു സംഗതിയോട് ലൈക്ക് എന്താ പറയുക, തൊപ്പി റിയാക്ട് ചെയ്ത വേ ആൻഡ് ആ ചങ്ങാതി ഇത് എടുത്ത് യൂട്യൂബിലേക്ക് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ പോർഷൻസ് തൊപ്പിക്ക് ഒഴിവാക്കായിരുന്നു. കാരണം തൊപ്പി ഓൾറെഡി കുറേ കോൺട്രവേഴ്സിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് ഒക്കെ ഒന്ന് സെറ്റിലായി വരുന്നത്. ആ ടൈമിൽ പിന്നെ ഈ പറഞ്ഞ മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ട്രോളും എക്സ്ട്രീം മതം പറയുന്ന സ്ഥലങ്ങളുടെ തൊപ്പി വളരെ എന്താ പറയുക കോഴിയാക്കി വിടാറാണ് പതിവ്. പല മതപ്രഭാഷകരും പല മതം പറയുന്ന സമയത്തൊക്കെ. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ ഇങ്ങനൊരു സംഗതി ഇതിനിടയിൽ ഞാൻ പറയുമ്പോൾ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇത് വെക്കണ്ടായിരുന്നു ഉള്ള സീരിയസ് നോട്ട്. പിന്നെ ഈ പറഞ്ഞ മാതിരി തൊപ്പിയുടെ കണ്ടന്റാണ്, തൊപ്പിയുടെ താല്പര്യമാണ്. ബട്ട് സ്റ്റിൽ ഞാൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ സാധനങ്ങളിൽ പിടിക്കും തൊപ്പീനെ ഇത് വെച്ചിട്ട് ഇനി ഇത് മാത്രം എടുക്കും. തൊപ്പിയെ കാണിച്ചു അവൻ്റെ മറ്റേ കുട്ടിയെ കൊണ്ടുവന്നിരുത്തി ഇത് കാണിക്കും, അങ്ങനെ പല സാധനങ്ങളും വരും, പലതും പറഞ്ഞുണ്ടാക്കും. ഓക്കെ. അപ്പം അങ്ങനത്തെ ഇതിപ്പോൾ തൊപ്പിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ആ ലോക്കോലെ സ്ട്രീമിൻ്റെ ആ പോർഷനൊക്കെ കണ്ടതാണ്. അപ്പോൾ അതിനകത്ത് ഇറ്റ് വാസ് നോട്ട് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സംഗതി ആയിരുന്നില്ല. കാരണം സ്ട്രേഞ്ചേഴ്സാണ് വന്നിരിക്കാറ് അപ്പുറത്ത്. ഇതേപോലുള്ള ആപ്പിനകത്ത് നമ്മൾ സ്ട്രീം ചെയ്യുമ്പോൾ സ്ട്രേഞ്ചേഴ്സ് വന്നിരിക്കും. സ്ട്രേഞ്ചേഴ്സ് എന്താണ് കാണിക്കാൻ പോണേ, അവരെന്ത് ചെയ്യാൻ പോകുന്നു, ഇങ്ങനത്തെയൊക്കെ സംഗതികൾ പല വേർഷൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്ത് ഇതിനായിട്ട് വരുന്ന ആളുകളുണ്ട് ഇതിനകത്ത്. ഓക്കെ. അപ്പോൾ എക്സ്പെക്റ്റഡ് അല്ലാത്തൊരു സംഗതി സംഭവിച്ചിട്ട് അത് പിന്നെ ആ ഒരു പോർഷൻ എടുത്ത് കട്ട് ചെയ്തിട്ട് യൂട്യൂബിലിടായിരുന്നു. കാരണം ഇപ്പോഴത്തെ സ്റ്റേജിലെല്ലാം സെറ്റിൽ ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ആവശ്യം, കാരണം അവിടെ പിന്നെ അതാരും കണ്ടിട്ടില്ല. അവിടുന്ന് പിന്നെ ആരെങ്കിലുമൊക്കെ കട്ട് ചെയ്തിട്ട് ഇപ്പുറത്തുള്ളൂ, അതിനൊരു വിസിബിലിറ്റി കിട്ടില്ല. പക്ഷെ അത് തൊപ്പിയുടെ ചാനലിലേക്ക് വരുമ്പോൾ വീണ്ടും വിസിബിലിറ്റി കൂടുതലായിരിക്കും ആ സാധനത്തിൽ. ഈ മതം പറയുന്നവരും അങ്ങനത്തെ എക്സ്ട്രീം ചിന്താഗതിയുള്ള ആളുകളാണ്. അപ്പോൾ അവരിലേക്ക് വരുന്ന ടൈമിൽ അവർക്ക് ഇനി ഒരു സാധനം നമ്മൾ എറിഞ്ഞു കൊടുക്കും, ഒരു ഇല്ലും കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കടിച്ചോ എന്ന് പറയരുതല്ലോ. ഞാൻ ആ ഒരു കാര്യത്തിനോട് എനിക്ക് അത്രത്തോളം ഒരു യോജിപ്പില്ല, ഒട്ടും യോജിക്കാൻ പറ്റില്ല സീരിയസ് ആയിട്ട്. കാരണം അത് വെക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഒരു സൈഡിൽ മതം പറയുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ ഒരു സംഗതി എന്തെങ്കിലും കിട്ടിയാൽ പിടിക്കാൻ വേണ്ടി നടക്കുകയായിരിക്കും. ആ ടൈമിൽ അതൊരുമാതിരി
എന്താ പറയുക, വേറെ രീതിയിലൊക്കെ പറഞ്ഞത് വളയ്ക്കുന്നല്ല, അത് വേണ്ടിയിരുന്നില്ല. ചെറുതാ ഒന്ന് പേടിപ്പിച്ചു വിട്ടാൽ മതി. എന്റെ ബോയ്ഫ്രണ്ടും ആയില്ല, ക്രിസ്മസ് ആഘോഷം കഴിഞ്ഞ് പോയിക്കോ, കഴിഞ്ഞ് കിട്ടോ. ക്രിസ്മസ് ആഘോഷിക്കാൻ കണ്ട ആള്, വിളിക്കാൻ കണ്ട ആള്. സംഗതി പറയുമ്പോ നല്ലൊരു യൂട്യൂബറൊക്കെയാണ്. AC പോട്ടെ, നല്ലൊരു ഫാൻ ഇവിടെ ഇല്ല, ചൂടെടുത്തിട്ട് വയ്യ. ഒന്നാമത് നമ്മൾ ഡൗൺ ആണ്. ഫാൻ ഒന്നും ഉണ്ടോ, അവനെ മാത്രം തിരിച്ചു വെച്ചിരിക്കുക. വേറെ എനിക്ക് ഫാനിക്ക് തടുപ്പില്ലാത്ത പ്രശ്നം, കുളിർമ. ഓക്കെ, അപ്പോ ഇത്ര അവര് തമ്മിൽ ഇപ്പൊ ഭയങ്കര സംഭവമായിട്ട് പറഞ്ഞത് ഇവർ രണ്ടാളും തമ്മിൽ കാണുമ്പോഴോ അല്ലെങ്കിൽ ഭയങ്കര അടിയായിരിക്കും. ബെസ്റ്റ് ടീം, ഫസീന്റെ ബെസ്റ്റ് ടീം, തൊപ്പിയും തമ്മിൽ എന്നൊക്കെ പറഞ്ഞ കുറെ സാധനങ്ങളൊക്കെ കണ്ടിരുന്നു. അന്നേ നമ്മൾ പറഞ്ഞാണ് അതൊന്നും നടക്കാനൊന്നും പോകണമെന്നില്ല, ചുമ്മാ അതൊക്കെ വെറുതെ. ഇവരൊക്കെ ലാസ്റ്റ് എന്താവും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്താനം പറഞ്ഞ് ഫണ്ണായിട്ട് തന്നെ പോകും. അതൊക്കെ ഫണ്ണായിട്ട് തന്നെ പോയി. പക്ഷേ ഈ പറഞ്ഞ സംഗതി, അതായത് ഇതിനകത്ത് ഇങ്ങനെ സംഗതി കാണിച്ചു വരുത്തൻ, അത് തൊപ്പി കണ്ടു, തൊപ്പിയെ ഒരുത്തൻ ഇത് കാണിച്ചെന്നൊക്കെ പറഞ്ഞു. കാണിച്ചതും കണ്ടതൊക്കെ അപ്പുറത്തുണ്ട്, ലോക്കോനകത്താണ്. അത് ഇപ്പുറത്ത് യൂട്യൂബിൽ പോസ്റ്റ് ആവുന്ന സമയത്ത് പിന്നെ ഈ പറഞ്ഞ പോലെ കെയർഫുൾ ആവുക എന്നുള്ളതാണ് ബെറ്റർ. നമ്മൾ തന്നെ ഒരു പ്രിക്വേഷൻ എടുക്കുന്നത് നല്ലതല്ലേ. കാരണം നമുക്ക് ഈ നാളെ വേറൊരു തരത്തിലുള്ള ഇപ്പോൾ ഒന്നും എന്താണെങ്കിലും വന്ന് ഇപ്പം അതിൻ്റെ മുകളിൽ വീണ്ടും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ആളുകൾ ഇതിനായിട്ട് ഉണ്ടടി കുറേ ആൾക്കാരുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ സംഗതി തൊപ്പി ഇടുന്നത് കൊണ്ടാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. അത് വേറെ കേസ്. അതായത് ഈ സാധനം ലോക്കോ എന്നുള്ള സാധനം എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ ഇട്ടിട്ടില്ല, എഡിറ്റ് ചെയ്യാതെ ഇൻ ദ സെൻസ് അത്യാവശ്യം എഡിറ്റ് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് കാര്യങ്ങളൊന്നുമില്ല. ബട്ട് സ്റ്റിൽ ഇത് മതിയുടെ ഇവന്മാർക്ക്. ഈ മതം പറയുമ്പോൾ നമ്മളെപ്പോഴും എന്താ പറയുക, മതത്തെ വിമർശിച്ചിട്ടോ അല്ലെങ്കിൽ മതത്തിനെ പറയുമ്പോഴോ ഇവന്മാർ നോക്കിയിരിക്കും. രാഷ്ട്രീയക്കാരെ പോലെയും അല്ല ഇവന്മാർ ഭയങ്കര വിഷയമാണ്, ഭയങ്കര എക്സ്ട്രീം. എന്താ പറയുക, മതം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഒരു വൻ സീനാണ്. ഇപ്പോൾ മലപ്പുറത്തുണ്ടായ ഒരു ഇഷ്യൂ ആണെങ്കിൽ പോലും അത് കുട്ടികളുടെ ആ വിഷയമൊന്നും അല്ല, കുട്ടികളെ വിചാരിച്ചിട്ടൊന്നും അല്ല അവന്മാരുടെ വിഷയം. ഇവന്മാർ മതത്തിന് ഇവൻ പറയുന്നുണ്ടല്ലോ, അപ്പം മതത്തിനെ തൊട്ട് കളിക്കുന്നു. ഇപ്പം അമ്പലത്തിലും കൂടി പോയ വീഡിയോക്കും കൂടി ആകുമ്പോൾ തീർന്ന്, ഇനി നോക്കണ്ട, ഇനി ഇതന്നെയായിരിക്കും ചിലപ്പോൾ ചർച്ച.